സ്ഥാപനം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ധാരാളമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പരിപാടി വന്നു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു അതെല്ലാം ഒരു ട്രസ്റ്റിൻ്റെ അടിയിൽ അണ്ടർ ചെയ്താൽ ഭാവിയിലെ ഗുണം ചെയ്യും എന്ന് ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ട്രസ്റ്റ് ഗുരുനാഥൻ നിർദ്ദേശിച്ച പേരിൽ തന്നെ ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠം എന്ന പേരിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ ആദ്യത്തെ പരിപാടിയായ ശ്രീചക്ര പൂജ, മഹാമേരു ശ്രീചക്ര പൂജ കോയമ്പത്തൂരിൽ വെച്ച് നടക്കുന്നു. ഒക്ടോബർ 6-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പരിപാടിയുടെ ആദ്യത്തെ ബ്രോഷർ സ്വാമിജിക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം. ബിന്ദുത്രികോണ വസുകോണ ദശാരയുഗ്മമന്വശ്രനാഗതല സംയുക്ത ഷോഡശാരം വൃത്തത്രയം സദനത്രയം ച ശ്രീചക്രമേവാവുദിതം പരദേവതായാം. രഞ്ജിത്ത് രണ്ട് കോപ്പിയിൽ അടിച്ചിട്ടുണ്ട്. കുറച്ച് നാളായി മനസ്സിലുണ്ടായിരുന്നൊരു വിഷയമായിരുന്നു ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് ഈ സനാതന ധർമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി കുറച്ച് സന്യാസി സമൂഹം നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ ഒരു ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലണമെന്നും വേണ്ട ഉപദേശങ്ങൾ നൽകണമെന്നും. അപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലത്തൊരു പരിപാടിക്ക് പോയപ്പോൾ സ്വാമിജിയെ കാണാനുണ്ടായി. അതിന് ശേഷം മാതാജിയായിട്ടും സംസാരിച്ചു. അങ്ങനത്തൊരു ആശയത്തിൽ അവസാനം മാതാജി പറഞ്ഞു ഇങ്ങനൊരു ട്രസ്റ്റ് സ്ഥാപിക്കാനുള്ളൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് പിന്നെ നമ്മൾ ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ടും മാതാജിയുടെ അനുഗ്രഹം കൊണ്ടും അത് സാധിച്ചു. ഇനി മുന്നോട്ട് പോകാനുള്ള വഴികളെല്ലാം സ്വാമിജിയും മറ്റു സന്യാസിമാരും എല്ലാവരും കൂടി അനുഗ്രഹിക്കണം. അതിനുവേണ്ട ഉപദേശങ്ങൾ നൽകണം. ഇത്രേ പറയാനുള്ളൂ തൽക്കാലം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല. ആ ഉദ്ഘാടനത്തിനൊരു തീയതി നിശ്ചയിച്ച് സ്വാമിജിയുടെ പാദപൂജയോടുകൂടി സ്വാമിജിയെ ട്രസ്റ്റിൻ്റെ ആചാര്യനായി അവരോധിക്കുന്ന ചടങ്ങായിട്ടാണ് നമ്മൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. അത് വഴി പോലെ അറിയിക്കാം. നമസ്തേ. നമ്മുടെ സന്യാസി സഭയുടെയും ആദിശങ്കര അദ്വൈത അഖാഡയുടെയും അഖിൽ ഭാരത സമിതിയുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പൂജനീയ ഗുരുനാഥൻ്റെ ഒരു ശിഷ്യ സമൂഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദപണ്ഡിതയായി തീർന്ന് സമൂഹത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന പൂജനീയ മാതാജി ഗുരുനാഥൻ്റെ തന്നെ അനുഗ്രഹ ആശംസകളോടുകൂടി ആരംഭിച്ച ഈ വലിയ മഹായജ്ഞം അത് വൻ വിജയമാകട്ടെ. ഇങ്ങനെയൊരു അവധൂത സിദ്ധയോഗീശ്വരനായ സ്വാമിജിയുടെ 30ാമത്തെ സമാധി വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് അതിൻ്റെ ആദ്യത്തെ ബ്രോഷർ അത് പൂജനീയ ഗുരുനാഥനും സന്യാസി സമൂഹത്തിനും നൽകിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് ആ ഒരു സന്തോഷം ഞങ്ങളും രേഖപ്പെടുത്തുകയാണ്. അതിനുള്ള നന്ദി പൂജനീയ മാതാജിയോട്
പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. നമസ്തേ. നവീൻ ജി ഒരു 2 മിനിറ്റ് എടുക്കും നടത്തുന്നു. ബോർഡ് വരാൻ 2 മിനിറ്റ് എടുക്കും. വീഡിയോ എടുക്കും.